ലതാ സഞ്ജു വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയായ കഥക്കൂട്ടിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. അധ്വാനിച്ചാലേ ജീവിക്കാനാവൂ എന്ന് സന്ദേശമുള്ള ഒരു കൊച്ചു കഥയാണ് ഇന്നത്തെ കഥക്കൂട്ടിൽ ആദ്യമായി നാം കേൾക്കുന്നത്. കഥയിലേക്ക് വരാം. കുളക്കോഴി മുട്ടയിടാൻ സമയമായപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലം അന്വേഷിച്ച് അങ്ങനെ നടക്കുകയായി. കുളക്കോഴി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലായോ? കാട്ടിൽ വസിക്കുന്ന കോഴിയുടെ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷി കുളക്കോഴി. അപ്പം അതിന് മുട്ടയിടാൻ സമയമായപ്പോൾ സുരക്ഷിതമായി തനിക്ക് മുട്ടയിട്ട് അടയിരിക്കാൻ പറ്റിയ സുരക്ഷിതമായ ഒരു സ്ഥലം അന്വേഷിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു. നടന്ന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്താതെ വന്നപ്പോൾ മറ്റു വഴിയൊന്നും കാണാഞ്ഞതിനാൽ കതിർ വന്ന നെൽപ്പാടത്തിലാണ് അത് മുട്ടയിടാൻ തിരഞ്ഞെടുത്തത്. കൊയ്യാറായ ഒരു നെൽപ്പാടത്തിൽ. അവിടെ കുളക്കോഴി മുട്ടയിട്ടു. മുട്ട വിരിയുന്നിടം വരെ അതിന് കാവലിരുന്നു. മുട്ട വിരിഞ്ഞ് തീരാറായപ്പോഴേക്കും വിള കൊയ്യാറുമായി. അപ്പോൾ മുട്ട വിരിഞ്ഞാൽ മാത്രം പോരല്ലോ, ആ കുഞ്ഞുങ്ങൾ പറക്കാൻ പ്രായമാകുന്നത് വരെ അതിനെ അവിടെ തന്നെ സംരക്ഷിക്കണ്ടേ. വിള കൊയ്യാറായി എന്ന് വന്നപ്പോഴേക്കും നമ്മുടെ കുളക്കോഴിക്ക് ഭയമായി. എന്താ കാര്യം? വയലിൽ കൊയ്ത്തുകാരെത്തില്ലേ, തൻ്റെ കുഞ്ഞുങ്ങളുടെയും മറ്റും കഥ കഴിഞ്ഞത് തന്നെ എന്ന് കുളക്കോഴി വിചാരിച്ചു. ഉണ്ണാതെ ഉറങ്ങാതെ അവൾ കുഞ്ഞുങ്ങൾക്ക് കാവലിരുന്നു. തീറ്റ പോലും തേടാൻ പോകാതെയായി. കുഞ്ഞുങ്ങൾക്ക് വിശന്നു തുടങ്ങി. കുളക്കോഴി ഭക്ഷണം തേടി പുറപ്പെട്ടു. ആരെങ്കിലും നെൽപ്പാടത്ത് വരുന്നുണ്ടോ എന്നും അവർ പറയുന്നത് എന്താണെന്നും ശ്രദ്ധിക്കാൻ അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ ചട്ടം കെട്ടി. അങ്ങനെ ഒരു ദിവസം കൃഷിക്കാരൻ തൻ്റെ മകനെയും കൂട്ടി പാടത്ത് എത്തി. അയാൾ മകനോട് പറഞ്ഞു, മോനെ, നെല്ല് കൊയ്യാറായിരിക്കുന്നു. നീ പോയി തെരുവിൽ തെണ്ടി നടക്കുന്ന ആണുങ്ങളോടും വീട്ടിൽ പരദൂഷണം പറഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളോടും നാളെ കൊയ്ത്തിന് വരാൻ പറയുക. ഈ വിവരമൊക്കെ, അതായത് കൃഷിക്കാരൻ വന്നതും തൻ്റെ മകനോട് പറഞ്ഞതുമെല്ലാം ഈ കുളക്കോഴിയുടെ കുഞ്ഞുങ്ങൾ കുളക്കോഴി ഇര തേടി വന്നതിന് ശേഷം പറയുകയുണ്ടായി. അപ്പോൾ കുളക്കോഴി പറഞ്ഞു, പേടിക്കണ്ട മക്കളെ, നാളെ കൊയ്ത്ത് നടക്കില്ല. പണിയില്ലാത്തതല്ല കാരണം, പിന്നെന്താണ്, പണി ചെയ്യാൻ മനസ്സില്ലാത്തതാണ് മനുഷ്യ സ്വഭാവം. കുളക്കോഴി കുഞ്ഞുങ്ങളെ സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസം കൃഷിക്കാരനും മകനും പാടത്തെത്തിയപ്പോൾ അവിടെ പണിക്കാർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കൃഷിക്കാരൻ മകനോട് പറഞ്ഞു, മോനെ, നീ പോയി പണിയില്ലാതെ നട്ടം തിരിയുന്ന നമ്മുടെ ബന്ധുക്കളെയുടെ എല്ലാം കൊയ്ത്തിന് വരാൻ പറയൂ. കൃഷിക്കാരൻ മകനോട് പറയുന്നത് ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ കേട്ടു. കുളക്കോഴി വന്നപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങൾ ഇതേപോലെ തന്നെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ കുളക്കോഴി എന്തു പറഞ്ഞു? പേടിക്കേണ്ട മക്കളെ, നാളെയും കൊയ്ത്ത് നടക്കില്ല. അഭിമാനവും അന്തസ്സും നോക്കുന്ന ബന്ധുക്കൾ ആരും വീട്ടുകാരെ സഹായിക്കില്ല, ഈ കൃഷിക്കാരനെയും മകനെയും സഹായിക്കില്ല. അതായത് അവരാരും കൊയ്യാൻ വരില്ല. എന്താണ്, നീ പോയി പണിയില്ലാതെ നട്ടം തിരിയുന്ന നമ്മുടെ ബന്ധുക്കളെ കൂട്ടിക്കൊണ്ടുപോവാ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ജോലി ഇല്ലെങ്കിലും പട്ടിണിയാണെങ്കിലും അന്തസ്സിന് കുറവ് വരുന്ന കാര്യങ്ങളൊന്നും അന്നുള്ള ആളുകൾ ചെയ്യില്ലായിരുന്നു. മൂന്നാം ദിവസവും കൃഷിക്കാരനും മകനും വയലിലെത്തി. എന്നാൽ അവിടെ പണിക്കാരും എത്തിയിരുന്നില്ല. അപ്പോൾ കൃഷിക്കാരൻ മകനോട് പറഞ്ഞു, മകനെ, നമ്മെ സഹായിക്കാൻ ആരും എത്തില്ല. വരൂ, നമുക്ക് അരിവാളിന് മൂർച്ച കൂട്ടാം. നാളെ നമുക്ക് തന്നെ വിള കൊയ്യാം. മക്കളിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ് കുളക്കോഴി എന്ത് ചെയ്തു? നാളെ മകനും അച്ഛനും തീർച്ചയായും വയലിൽ കൊയ്ത്ത് നടത്തുമെന്ന് മനസ്സിലാക്കി തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്തായിരിക്കും ഈ കഥയുടെ അർത്ഥം? അതായത് ജോലി ചെയ്യണം. അത് നമ്മുടെ ജോലി. നമുക്ക് മറ്റുള്ളവരുടെ അധ്വാനമല്ല നമ്മൾ ഉണ്ടേണ്ടത്, നമ്മളുടെ അധ്വാനം തന്നെയാണ്. അതായത് കൃഷി ചെയ്യാനും വയലിലെ എല്ലാ ജോലിക്കും മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ കൊയ്ത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ വിളവെടുക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്.
അല്ലേ? അങ്ങനെ ആവാതെ എല്ലാം നമ്മൾ തന്നെ ചെയ്യാൻ അറിവുള്ളവരായിരിക്കണം, മനസ്സുള്ളവരായിരിക്കണം. ഓക്കെ. കഥക്കൂട്ടിലെ ഈ കഥ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അടുത്ത കഥയുമായി ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.